കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. തേങ്ങാപ്പാലെല്ലാം ചേർത്ത് പുട്ടിനും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഈ കറി തയ്യാറാക്കാനായിട്ട് ചെറുപയർ മുളപ്പിച്ചതാണ് വേണ്ടത്. ഇങ്ങനെ പയറുവർഗ്ഗങ്ങളും മുളപ്പിച്ച് കറി വെച്ചോ തോരൻ വെച്ചോ കഴിച്ചാൽ വളരെ ഹെൽത്തിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഇതേപോലെ പയർ കുറച്ച് കഴുകി വെള്ളത്തിലിട്ട് വെച്ച് 8 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം വാരാനായിട്ട് വെച്ചാൽ ഒരു 10 മണിക്കൂർ കഴിയുമ്പോൾ അല്പമായിട്ട് മുളച്ച് വന്നിട്ടുണ്ടാവും. ഇത് വെച്ചാണ് കറി തയ്യാറാക്കുന്നത്. തോരൻ ഉണ്ടാക്കിയാലും വളരെ ഹെൽത്തിയാണ്. നിർബന്ധമായിട്ടും നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. ഇനി മുളപ്പിച്ച ചെറുപയർ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് പച്ചമുളകും 2 വെളുത്തുള്ളി അല്ലിയും ചെറിയുള്ളി വലുതൊന്ന് കട്ട് ചെയ്തിട്ടു കേട്ടോ. ചെറിയതാണെങ്കിൽ അതേപോലെ ഇട്ടാൽ മതി. ഇനി അതിലേക്കൊരൽപ്പം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പം ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ പോവും. ഇത് മുളപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ അതൊന്നും ഉണ്ടാവില്ല. എന്നാലും 1-2 വെളുത്തുള്ളി എല്ലാം കൂടി ചേർക്കുന്നത് നല്ലതാണ്. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഈ ചെറുപയറൊക്കെ മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുത്തി വേവിക്കണം. കുക്കറിൻ്റെ പവറിനനുസരിച്ച് വിസിൽ വരുത്തണം കേട്ടോ. നന്നായിട്ടൊന്ന് വേവട്ടെ. ഇത്രയും മതി. ഇനി നമുക്കതൊന്ന് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങയൊക്കെ ചിരവി ഒരല്പം പാലെടുത്ത് വെക്കാം. തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ് ഇത് നല്ലത്. അല്ലെങ്കിൽ വെറുതെ തേങ്ങ അരച്ചെടുത്താലും മതി കേട്ടോ. നല്ലപോലെ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളി ഒന്ന് ഉടച്ചതാണേ. ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതി. മുളക് പൊടി ഒന്നും നമുക്കിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയുള്ളിയും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എരിവിന് നമ്മളതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ മാത്രം ഈ വറവിലേക്ക് ചേർത്താൽ മതി കേട്ടോ. ചെറിയുള്ളി ഒന്ന് നൈസായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം ഒരു ബ്രൗൺ കളറായിട്ട് വരട്ടെ. താളിക്കുമ്പോഴൊക്കെ എങ്ങനെയാണ് അതേപോലെ തന്നെ വേണം കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നവരെ മൂപ്പിക്കണം കേട്ടോ. ചെറിയുള്ളിയൊക്കെ അധികം ചേർക്കണം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കാം. ആ ചെറിയുള്ളിയൊക്കെയാണ് കേട്ടോ അങ്ങനെ വെന്ത് കിടക്കണേ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു. നമുക്ക് തോരനൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ ഓഫ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിൻ്റെ വെള്ളം ഒന്ന് വലിച്ചെടുത്തതിന് ശേഷം വേവിക്കുമ്പോൾ ഇത്രയും വെള്ളം ഒഴിക്കാതെ നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാം. കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് ഉപയോഗിച്ചാലും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത്ര ചെറിയുള്ളി ഒന്നും വേവിക്കുമ്പോൾ ഇടേണ്ട ആവശ്യമില്ല. ഞാനിത് പുട്ടിനൊരു കറിയാണ് കേട്ടോ വെച്ചത്. പുട്ടിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കണ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ ക്യാമറ ഓണാക്കിയില്ല. അതാണേ. നന്നായിട്ടൊന്ന് തിളച്ചോ. ആ വെള്ളമൊക്കെ ഒന്നുകൂടി സെറ്റായിട്ടുണ്ട്. പക്ഷെ മുളച്ച ചെറുപയറായതുകൊണ്ട് അങ്ങ് വെന്തുടഞ്ഞൊന്നും പോവില്ല കേട്ടോ. ഈ സമയം നമുക്ക് തേങ്ങ ചിരവി ഒരല്പം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാലും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാലും കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യണം. അപ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഈ കറിക്ക്. നല്ല പോഷകങ്ങളുടെ കലവറയാണ് ഈ കറി. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിപ്പിക്കണം കേട്ടോ. ഒരു തവണയെങ്കിലും ഉണ്ടാക്കുമോ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം.